കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പി കിരണിന്റെ ജാമ്യാപേക്ഷ തള്ളി. കല്ലൂർ PMLA കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. നേരത്തെ ഇടക്കാല ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. ബിനാമി പേരുകളിൽ 24 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് കിരൺ നടത്തിയത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, മുഖ്യപ്രതി കിരണിന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിയിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. KP 2023 ജനുവരിയിൽ നൽകിയ ജാമ്യാപേക്ഷ പ്രതിഭാഗം തന്നെ പിന്നീട് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതായത് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടുകൊണ്ടത് പരിഗണിക്കാമെന്ന നിലയിലായിരുന്നു അവർ മാറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർക്ക് PR അരവിന്ദാസിനും ഒപ്പം തന്നെ CK ജിൽസിനും ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഈ പശ്ചാത്തലത്തിലാണ് പി കിരൺ ഇതേ കാര്യം ഉയർത്തിക്കൊണ്ട്, അതായത് ഹൈക്കോടതിയിൽ നിന്ന് മറ്റ് 2 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. ഈ പശ്ചാത്തലത്തിൽ തനിക്കും വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഹർജി വീണ്ടും കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഈ ജാമ്യാപേക്ഷയാണ് കോടതി ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ സെപ്റ്റംബറിൽ നൽകിയിട്ടുള്ള ഇടക്കാല ജാമ്യാപേക്ഷ, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ ഇടക്കാല ജാമ്യാപേക്ഷയും നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. മാത്രമല്ല, ഈ ജാമ്യാപേക്ഷ, കിരണിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തു. അവർ ചൂണ്ടിക്കാണിച്ചത് നേരത്തെ ഹൈക്കോടതി ഈ കേസിലെ മറ്റൊരു മുഖ്യപ്രതിയായ P സതീഷ് കുമാറിന് ജാമ്യം നിഷേധിച്ചപ്പോൾ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ പി കിരണിനെ കുറിച്ചും പരാമർശങ്ങളുണ്ട്. പി കിരൺ P സതീഷ് കുമാറിനെ പോലെ തന്നെ ഈ കേസിൽ മുഖ്യ പങ്കാളിത്തമുള്ള ആളാണ്. 24 കോടി രൂപയുടെ തട്ടിപ്പാണ് ബാങ്കിൽ പി കിരൺ നടത്തിയത്. അതിൽ 14 കോടി രൂപയും മുഖ്യ ആസൂത്രകനായ P സതീഷ് കുമാറിന് കൈമാറി. അത് പലിശയ്ക്ക് കൊടുത്ത് വലിയ തുകയായി തിരിച്ചു വാങ്ങാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ പണം നൽകിയത്. വലിയ തോതിൽ തന്നെയുള്ള ഷെൽ കമ്പനികളിലൂടെയും ഒപ്പം തന്നെ ബിനാമി പേരുകളിലും പി കിരൺ സ്വത്തുക്കൾ സ്വന്തമാക്കിയതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരിട്ട് സ്വന്തം പേരിൽ 1 രൂപയുടെ പോലും സ്വത്തുവകകൾ കൃത്യമായി തന്നെ പി കിരൺ കൈവശം വച്ചിരുന്നില്ല. പകരം നിരവധി ആളുകളുടെ പേരിൽ ബിനാമി ഇടപാടുകളാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്വത്തുവകകൾ കണ്ടുകെട്ടുമ്പോൾ പി കിരണിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുമില്ല. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.